വെച്ച കുരുള് ചക്ക രണ്ടെണ്ണം കാണാനില്ല. അതിന്റെ വെപ്രാളത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോഴാ നിന്റെ ഒരു പടക്കം പൊട്ടിക്കുന്നത്. നിന്റെ ആ തല തെറിച്ച തന്തയാണോ എന്നാ എനിക്ക് സംശയം. അച്ഛൻ ഉത്തമൻ തന്നെ. ആ നാരായണന്റെ മകളുടെ ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞൂടെ കേറി ഇറങ്ങിയപ്പോഴേ ഞാൻ ആലോചിച്ചാ. അപ്പൊ പിന്നെ ഗുരുകുലജാക്ക് അച്ഛൻ അടിച്ചോണ്ട് പോയി. അയാളെ സഹായിച്ചു കാണും. വരുന്നുണ്ട് അടുത്ത അവതാരം. സ്നേഹിതൻ നമുക്കുനായകൻ, എപ്പോഴേതു നേരവും വെളിച്ചമായവൻ. ഉത്തമനാം സ്നേഹിതൻ നമുക്കുനായകൻ, എപ്പോഴേതു നേരവും വെളിച്ചമായവൻ. ഉത്തമൻ ജയിക്കണം, നമുക്കു നേടണം, ഉത്തരം കൊടുക്കണം, അനീതി മാറണം. ഉത്തമൻ ജയിക്കണം, നമുക്കു നേടണം, ഉത്തരം കൊടുക്കണം, അനീതി മാറണം. നാടറിഞ്ഞ നായക, എരുവശ്ശേരി ഗ്രാമത്തിലുദിച്ചുയരും സൂര്യനാ. ഉത്തമാ സ്നേഹിത, നാടറിഞ്ഞ നായക, എരുവശ്ശേരി ഗ്രാമത്തിലുദിച്ചുയരും സൂര്യനാ. സ്വച്ഛ ശാന്തമുറങ്ങിടാൻ നിത്യവും, സ്വച്ഛ ശാന്തം ഉറങ്ങിടാൻ നിത്യവും, ദുഃഖപർവം കടന്നാത്മശാന്തിയിൽ. എത്രയോ യുദ്ധപർവം കടന്നൊരാൾ ദിഗ്വിജയം കഴിഞ്ഞു വരുന്നിതാ. സ്വച്ഛ ശാന്തമുറങ്ങിടാൻ നിത്യവും, ദുഃഖപർവം കടന്നാത്മശാന്തിയിൽ. ആശുപത്രിയിൽ നിന്ന് ബോഡി വിട്ട് കിട്ടാൻ ഇത്തിരി കൂടുതൽ സമയമെടുത്തു. കണ്ണും കരളും വൃക്കയും ഹൃദയവും ഒക്കെ പകുത്തു കൊടുത്ത് ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകി കിട്ടുന്ന നീതി അത് നീതി നിഷേധമാണ്. നീതിയെന്നോ അനീതിയെന്നോ നമ്മൾ നീന്തി നീന്തി തളർന്നൊഴുകുന്നു നിശ്ചലം. ശാന്തമാകുന്നു സാന്ദ്രമാം സാഗരം, നേർത്തുപോകുന്നു തീരച്ചിലമ്പുകൾ. കൊതുകൾ മുട്ടയിട്ട് പെരുക തന്നെ ചെയ്യും പ്രഭു. എടോ, താനിവിടെ ഉണ്ടായിരുന്നാണോ ഇവിടെ രഹസ്യം അറിയിക്കാരിയത്? ഇതിനിപ്പോ എന്നെ കൊന്നേനെ. വന്ന ഉത്തമനായോണ്ടാ ചാണ്ടിപ്പോ നിൽക്കുന്നത്. കാശല്ലടോ എണ്ണിത്തരുന്നത് കഴുതേ. കഴുത നിന്റെ അച്ഛൻ പറഞ്ഞു. ഇന്ന് മുതൽ ഇന്റെ കൂടെയുള്ള ചെറുപ്പം നിർത്തി ഒന്നുമില്ല. 10-25 കൊല്ലോണം കൂടുതലുണ്ടോന്നല്ലേ. ആടെ നായായും നരനായും ജീവിച്ചു. ഇവിടെ നരിയായി ജീവിക്കാനാ തീരുമാനം. അറിഞ്ഞോ, ഇന്ദിരാമധുസൂദനൻ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെച്ചു. ഇനി ഓറാ ഇവന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നേ. അപ്പോ പരോളിന്റെ സോഴ്സ് മനസ്സിലായി. പലതും പറഞ്ഞേനാ. എനക്കറിയാ നീ ഒന്നും പറയൂല. ഹൈക്കോടതി നീ കളിച്ച എല്ലാ കള്ളക്കളികൾക്കും ഇനി നീ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും. എന്തൊക്കെ ക്രൂരതകൾക്കാണോ ഞാൻ കൂട്ടുനിന്ന്, എന്തൊക്കെ മഹാപാപങ്ങളാ കണ്ടുനിന്ന്. എന്നാലും ഈ സാധുവിനോടും കുടുംബത്തിനോടും ഇഞ്ഞി കാണിച്ച അതെനക്കങ്ങോട്ട് സഹിക്കുന്നില്ലല്ലോടാ. എനക്ക് ഞാൻ ഇപ്പൊ കാണുന്നത് ഒരു പൊയ്ത്ത നായകനെ കാണുമ്പോ തറപ്പാണ്. നിനക്കെത്ര ദാഹമുണ്ടായിരിക്കാം, നിന
നിനക്കെത്ര മോഹങ്ങൾ ഉണ്ടായിരിക്കാം. പറ്റി നീരാവിയാകുന്ന ജലച്ചപ്പേ നിനക്കെത്ര ദാഹം ഉണ്ടായിരിക്കാം. വേട്ടയാടപ്പെടുന്ന മാൻകുഞ്ഞിന്റെ ആർത്തനാദം മുഴങ്ങുന്ന കാടകം കൂട്ടുപോകാൻ കഴിയാത്തൊരമ്മതൻ നേർത്ത തേങ്ങലിൽ മായുന്ന സന്ധ്യകൾ. പ്രാണനറ്റതിൻ ശേഷമെത്തിയിടുന്ന പ്രാണവായു പോൽ നീതി വൈകിടവേ. പ്രാണനറ്റതിൻ ശേഷമെത്തിയിടുന്ന പ്രാണവായു പോൽ നീതി വൈകിടവേ. പാറിലമ്പൂതറച്ചതർക്കെന്നതും തേരുചക്രം പുതഞ്ഞതെവിടെന്നതും മാപ്പിരക്കേണ്ടതാരാണതെന്നതും മാത്രമെന്തേ മറന്നു നീ കാലമേ. പ്രാണനറ്റതിൻ ശേഷമെത്തിയിടുന്ന പ്രാണവായു പോൽ നീതി വൈകിടവേ. പാറിലമ്പൂതറച്ചതർക്കെന്നതും തേരുചക്രം പുതഞ്ഞതെവിടെന്നതും മാപ്പിരക്കേണ്ടതാരാണതെന്നതും മാത്രമെന്തേ മറന്നു നീ കാലമേ. കനക്കുന്ന നേരുകൾ കല്ലുരുട്ടിക്കയറ്റുന്ന ഭ്രാന്തുകൾ കണ്ണുകെട്ടി കളിക്കും കസേരകൾ. കല്ലുപോലെ കനം വച്ച നീതികൾ കണ്ണുരുട്ടിക്കനക്കുന്ന നേരുകൾ കല്ലുരുട്ടിക്കയറ്റുന്ന ഭ്രാന്തുകൾ കണ്ണുകെട്ടി കളിക്കും കസേരകൾ. യാത്ര ചോദിച്ചു പോകുന്നു പകലുകൾ മാത്ര കൊണ്ടസ്തമിക്കുന്നു സാന്ത്വനം. വന്നിടും വന്നു ചേർന്നിടും വന്നിടാതെങ്ങു പോകുവാനെന്നു കൺപാർക്കവേ. വന്നിടും വന്നു ചേർന്നിടും വന്നിടാതെങ്ങു പോകുവാനെന്നു കൺപാർക്കവേ. വന്നിടുന്നു നിരാശകൾ മാവലായി കണ്ണുരുട്ടും ഇരുട്ടുള്ള പകലുകൾ. വന്നിടും വന്നു ചേർന്നിടും വന്നിടാതെങ്ങു പോകുവാനെന്നു കൺപാർക്കവേ. വന്നിടുന്നു നിരാശകൾ മാവലായി കണ്ണുരുട്ടും ഇരുട്ടുള്ള പകലുകൾ. അക്കരയ്ക്കു കടക്കുവാൻ കൈവിരൽ ഒന്നു നീട്ടു സുഹൃത്തേ സഹോദര. അക്കരയ്ക്കു കടക്കുവാൻ കൈവിരൽ ഒന്നു നീട്ടു സുഹൃത്തേ സഹോദര. എത്ര കാലമായി യാചിപ്പു നന്മകൾ അപ്പുറം നിന്നു കേഴുന്നു നീതികൾ. എത്ര കാലമായി യാചിപ്പു നന്മകൾ അപ്പുറം നിന്നു
കേഴുന്നു നീതികൾ. എത്ര കാലമായി കൈകെട്ടി ഇപ്പുറം നിൽക്കയാണ് ശില പോല നീതികൾ. എത്ര കാലമായി കൈകെട്ടി ഇപ്പുറം നിൽക്കയാണ് ശില പോല നീതികൾ. ഞങ്ങളെയാ മാറ്റുവട്ടിൽ മാറ്റുവട്ടിൽ ഒരു പൗരന് നീതി ലഭിക്കണമെങ്കിൽ സ്വന്തം കിടപ്പാടം വിറ്റ കാശ് കോടതിയിൽ കെട്ടിവെക്കണം. എന്നാൽ അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ ആ കാശ് തിരികെ കൊടുക്കേണ്ടതല്ലേ? സ്വന്തമായിട്ട് വീടും വസ്തുവും ഇല്ലാത്തവർ എന്ത് ചെയ്യുവോ? നമ്മുടെ രാജ്യത്ത് 145 കോടി ജനസംഖ്യയില് എത്ര പേർക്ക് നീതിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയും? എന്നിട്ടും നമ്മള് ഭരണഘടനയെ കുറിച്ചും നീതിന്യായ സംഹിതകളെ കുറിച്ചും ഒക്കെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അമ്മ പതുക്കെ സൂക്ഷിച്ച്. അനാഥാലയത്തിലെ എന്റെ ആ പഴയ മുറി ഒഴിവുണ്ടോ അച്ഛോ? ഉണ്ടെങ്കിൽ അത് തന്നെ എനിക്ക് തരണം. അതിന്റെ ജനൽപ്പാടി തുറന്നു നോക്കിയാൽ കടപ്പുറത്ത് കുട്ടികളുടെ പാർക്ക് കാണാം. വൈകുന്നേരങ്ങളിൽ അച്ഛനും അമ്മയും കുട്ടികളും കൂട്ടത്തോടെ വന്ന് ആർത്തുല്ലസിക്കുന്നത് കാണാൻ എനിക്കെന്ത് ഇഷ്ടമായിരുന്നതോ. ഇനിയും ആ കാഴ്ചകൾ കണ്ടോണ്ടിരിക്കാനോ നോക്കുമ്പോ പറഞ്ഞറിയിക്കാനാവുന്ന സന്തോഷം. ഈ യാത്രയിൽ നിന്നെ കൂടി കൂട്ടാനുള്ള ത്രാണി എനിക്കില്ലാതായി പോയി മോളെ. അച്ഛനെ ശ്രമിക്കണം. ഈ അച്ഛന്റെ മകളെ ഇത്രയും കാലം ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ എന്റെ പ്രാർത്ഥനയുടെ ഫലം. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അഗ്നിശുദ്ധി വരുത്തി നിന്റെ ഭർത്താവിനെ ഞാൻ നിന്റെ മുന്നിൽ എത്തിക്കും. ഇതിൽ അച്ഛൻ മകൾക്ക് തരുന്ന ഉറപ്പാ. ആഹാ, മോന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ട് കേട്ടോ. ഉത്തമ നിങ്ങളെല്ലാവരും കൂടി അവനോട് ചെയ്തതൊക്കെ ഇതോടുകൂടി അങ്ങ് അവസാനിച്ചിരുന്നു അല്ലേ? അച്ഛോ, എനിക്കൊന്നും അറിയില്ല കേട്ടോ. എന്താ എങ്ങനെയെന്നൊക്കെ വെച്ചാല് നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ചെയ്തേച്ചാൽ മതി. അവനും അതാവും ഇഷ്ടം. കാരണം നിങ്ങളൊക്കെ ആയിരുന്നല്ലോ അവന്റെ ലോകം. പിന്നെ കൊണ്ടുപോകാൻ എനിക്കിപ്പോ വേറെ ഇടവുമില്ലല്ലോ. നീ സുപ്രീം കോടതി വരെ പോയി വിജയിച്ചു. പക്ഷേ നമ്മുടെ കൊച്ചൻ തോച്ചു പോയല്ലോടാ. അവൻ നിരപരാധിയാണെന്നുള്ള കോടതി വിധി കേൾക്കാൻ അവൻ ആയിട്ടില്ലാതായി പോയല്ലോടാ. സുപ്രീം കോടതി ഉത്തരവ് വന്ന ഉടനെ ഈ ലോകം കീഴടക്കിയ സന്തോഷത്തോടെയാ ഞാൻ ജയിലിലേക്ക് വിളിച്ചത്. അപ്പോഴറിയുന്നേ അവൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. ഭക്ഷണം കഴിച്ച് പാത്രം കഴുകാൻ പോകുന്ന വഴിക്ക് കാല് കഴുകി തുണി കഴുകുന്ന കല്ലിൽ തലയടിച്ചു വീണെന്നാ പറയുന്നു. എന്തായാലും ഒരു വിധിക്കും കാത്തു നിൽക്കാതെ അവനങ്ങ് പോയി.